നമസ്കാരം. ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും ഹൃദയമായ സ്വാഗതം. നമുക്കിന്ന് ജന്തപരീക്ഷയുടെ 4ാമത്തെ പാഠത്തിൻ്റെ 2ഉം 3ഉം കാലങ്ങൾ ഇന്ന് പഠിക്കാം. 1ാം കാലത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് 2ഉം 3ഉം കാലം പഠിക്കാം. അപ്പോൾ നമ്മുടെ കണ്ഠസാധകത്തിന് ഞാൻ ഒരു ഇത് പറഞ്ഞായിരുന്നു, മുൻകാരം ചെയ്യാൻ. നിങ്ങളത് നന്നായിട്ട് ചെയ്യാൻ ശകലം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുണ്ട്, മൂക്ക് ഇതൊക്കെ തെരിക്കുന്നതായിട്ട്, ഒരു തെരിതെരിപ്പായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. അപ്പം നിങ്ങൾക്ക് അത് നിങ്ങളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളത് പിന്നെ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിയുമ്പോൾ അത് മാറിക്കൊള്ളും. അപ്പോൾ നമുക്ക് ഇന്ന് മായാമള ഗൗഡ രാഗത്തിൽ ആണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ താളം. ഇതിൻ്റെ പാഠഭാഗം സ്ക്രീനിൽ കൊടുക്കും. നിങ്ങളത് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിരുന്ന നോട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് 2ാമത്തെ 3ാമത്തെ കാലം പാടുന്നു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെയാണ് നോട്ട് തന്നെ കേട്ടോ. അപ്പം നിങ്ങൾ ഇത് ഈ ശ്രുതിയിൽ നിർത്തിക്കൊണ്ട് അതൊക്കെ പാടി പ്രാക്ടീസ് ചെയ്ത് എടുത്തിട്ട് കണ്ഠസാധകം ചെയ്യുക. ആദ്യ താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. 2ാം കാലം. സ സ രേ രി ഗ ഗ, സ സ രേ രി ഗ ഗ, സ സ രേ രി ഗ ഗ മ മ. ഓക്കെ, 1ാം കാലം എങ്ങനെയായിരുന്നു? സ സ രേ രി ഗ ഗ. 2ാം കാലം. അപ്പം 1ാം കാലം ഒരടിക്ക് ഒരക്ഷരം, 2ാം കാലം 2 അക്ഷരം. സ സ രേ രി ഗ ഗ, സ സ രേ രി ഗ ഗ മ മ. ഓക്കെ, നമുക്ക് ഇനി അതിൻ്റെ 2ാമത് രേ രി ഗ ഗ മ മ, രേ രി ഗ ഗ മ മ പ പ. 1ാം കാലം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2ാം കാലം ഇപ്പം ഇതുപോലെ ഈ രീതിയിൽ എടുക്കുന്നത്. ഗ ഗ ഗ രേ രേ സ സ. ഒന്നോട് അറിയാമല്ലോ. ഇനി നമുക്കിന്ന് അത് മുഖാരം ചെയ്യാം. ചെയ്ത് പഠിക്കണം. പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകാരം നല്ല എളുപ്പം വരും. ആകാരവും വികാരവും ഉകാരവും ഏകാരവും നന്നായിട്ട് എളുപ്പം വരും. ഇത് ഈ ഗാനം ഇത് മുഖാരം ചെയ്യാനാണ് നമുക്ക് ശകലം ബുദ്ധിമുട്ടുള്ളത്. ഇനി നമുക്ക് എൻ്റെ 2ാം കാലം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഇതിൻ്റെ 3ാം കാലം നോക്കാം. സ സ രേ രി ഗ ഗ, സ സ രേ രി ഗ ഗ മ മ. ഓക്കെ, കൂടെ പാടെ. സ സ രേ രി ഗ ഗ, സ സ രേ രി ഗ ഗ മ മ, രേ രി ഗ ഗ മ മ, രേ രി ഗ ഗ മ മ പ പ. അടുത്ത് ഗ ഗ മ മ പ പ, ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ മ മ പ പ ദ ദ നി നി. ഓക്കെ, പ പ ദ ദ നി നി പ പ ദ ദ നി നി സ സ. ഇത് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ചിലവർക്ക് പെട്ടെന്ന് വഴങ്ങിയില്ലെന്ന് വരും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് 1ാം കാലം 2ാം കാലം ആക്കി കഴിഞ്ഞാൽ ഇത് ഈ 3ാം കാലത്തിലേക്ക് വരാവുള്ളൂ. സാസ നീ നി ദ ദ, സാസ നീ നി ദ ദ പ പ, നീ നി ദ ദ പ പ, നീ നി ദ ദ പ പ മ മ. ഒരടിക്ക് 4 ലക്ഷം കേട്ടോ. ദ ദ പ പ മ മ, ദ ദ പ പ മ മ ഗ ഗ, പ പ മ മ ഗ ഗ, പ പ മ മ ഗ രി രി മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. എന്നോട് നിങ്ങളൊന്ന് കണ്ടിന്യൂ ആയിട്ട് പാടി നോക്കാം. സ സ രേ രി ഗ ഗ, സ സ രേ രി ഗ ഗ മ മ, രേ രി ഗ ഗ മ മ, രേ രി ഗ ഗ മ മ പ മ, ഗ ഗ മ മ പ പ, ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ മ മ പ പ ദ ദ നി നി പ പ ദ ദ നി നി പ പ ദ ദ നി നി സ സ സ സ നി നി ദ ദ സ സ നി നി ദ ദ പ പ, നി നി ദ ദ പ പ, നി നി ദ ദ പ മ മ, ദ ദ പ പ മ മ, ദ ദ പ പ മ മ ഗ, പ പ മ മ ഗ ഗ, പ പ മ മ ഗ രി രി മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്കൊന്ന് ഇൻകാരം ചെയ്ത് നോക്കിയാലോ.
ഗാന്ധാരം. ഋഷഭം കഴിഞ്ഞ് ഗാന്ധാരം. ഇനി പഞ്ചമം. ദൈവതം. പഞ്ചമം. മധ്യമം. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യണം. ചെയ്താലേ ഇത് വരുള്ളൂ. നിങ്ങളുമായിട്ട് ഇനി ഹമ്മിങ് ചെയ്തതാണ്. ഇങ്ങനെ ചെയ്ത് പഠിക്കണം. 1-2 പ്രാവശ്യം ചെയ്താൽ പോരെ, വരണമെന്നില്ല കേട്ടോ. നിങ്ങളത് അന്നോർത്തുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. പല ആവർത്തി ചെയ്യണം. നിങ്ങളിങ്ങനെ നന്നായിട്ട് പാടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഗതികളും നിങ്ങളുടെ തൊണ്ടയിൽ വീഴാനുള്ള കപ്പാസിറ്റി വരും. ഇനി ഏകാരത്തിലൊന്ന് ചെയ്ത് നോക്കിയാൽ സരി രി ഗ സദരി രി ഗ മമ സരി രി ഗ സദരി രി ഗ മമ രി രി ഗ മമ രി രി ഗ മമ പമ ഗാന്ധാരം. അത് സ്വരവേദായിരിക്കും. ഗ ഗ മമ പവ ഗ ഗ മമ പവ ദദ. അടുത്ത് മമ പപ ദദ മമ പവ ദദ നി നി പഞ്ചമം. പാപ ദദ നി നി പവ ദദ നി നി സദ ഇനി ഷഡ്ജം. സാസനി നി ദദ സാസനി നി ദദ പവ അടുത്ത് നിഷാദം. നീ നി ദദ പവ നീ നി ദദ പവ മമ അടുത്ത് ദൈവതം. ദാദ പാപ മമ ദാദ പവ മമ ഗ പഞ്ചമം. പാപ മമ ഗ പവ മമ ഗ രി രി മാധ്യമം. മമ ഗ രി രി മമ ഗ രി രി സദ നമുക്കിതൊന്ന് കൂടി പാടി നോക്കാം. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങൾ ആകാരം ഏകാരം ഉകാരം ഏകാരം ഉകാരം
ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നിങ്ങൾ നോക്കണം. ഇപ്പം ഞാൻ പഠിപ്പിച്ചതുപോലെ ഇപ്പം നമ്മളിത് സ്പീഡ് കൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സ്പീഡിലാക്കി പാടുക. ഇതിപ്പം താളം ഇട്ടുകൊണ്ട് പാടണമെന്നില്ല. നിങ്ങളുടെ ഈ പാഠം വഴങ്ങുന്നതിന് വരെ, ഇത് നിങ്ങളുടെ തൊണ്ടയിൽ വഴങ്ങുന്നതിന് വരെ നിങ്ങൾ കാലപ്രമാണം നോക്കണ്ട. കാലമില്ലാതെ തന്നെ താളം ഇടാതെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. അതിന് മറ്റത് സ സ രേ രേ ഗ ഗ സ സ രേ രേ ഗ ഗ മ. ഇത് നിങ്ങളുടെ കണ്ടത്തിൽ നന്നായിട്ട് വന്നു എന്ന് നിങ്ങൾക്ക് വഴങ്ങി എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ നിങ്ങളിത് താളത്തിലേക്ക് ആക്കിയാൽ മതി. ആദ്യം നിങ്ങൾ താളത്തിലാക്കാൻ ശ്രമിക്കേണ്ട. അത് നമുക്ക് ഒന്നിടപെടാം. ഇങ്ങനെ നമുക്ക് ഇത് വരണം. ഇത് വന്നാൽ നമുക്ക് ഇനി അടുത്ത കൃതികൾ ഒക്കെ പഠിക്കുമ്പം അതിൽ വരുന്ന ആ സംഗതികളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. കൃപയാ പാലയ ശൗരേ, ഇങ്ങനെ കൃപയാ ഏകാരം കൃപ പ ആകാരം വന്നു. കൃപയാ പാലയ ആകാരം വന്ന് പാലയ സൗ പദ പദ പ സൗരേ. അപ്പോൾ പദ പദ അങ്ങനെയുള്ള സംഗതിയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് വരണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് ഈ ബാലപാഠങ്ങൾ ഇങ്ങനെയുള്ള ഈ വരിശകളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെയുള്ള ഈ ഗമങ്ങളും സംഗതികളും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ നമുക്ക് ഈസിയായിട്ട് പാടാൻ സാധിക്കുള്ളൂ. അതാണ് ആദ്യം പാഠങ്ങൾ പഠിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് ഒരു ശകലം കഷ്ടപ്പാടും പ്രാക്ടീസും ഒക്കെ വേണം എന്ന് പറയാൻ കാരണം ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണുക. എന്നിട്ട് നിങ്ങളതനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതനുസരിച്ച് പഠിക്കുക. പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ അതനുസരിച്ച് കേട്ട് പഠിക്കുക. പഠിക്കാൻ ഇനി പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യ പാഠം തൊട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കേട്ട് പഠിക്കുക. ഇനി നമുക്കൊരു പുതിയ പാഠമായിട്ട് നമുക്ക് അടുത്ത ഇതിൻ്റെ 5ാമത്തെ പാഠമായിട്ട് നമുക്ക് ജണ്ടവരിശയുടെ 5ാമത്തെ പാഠമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഇത് വരിച്ച നന്നായിട്ട് എല്ലാ രീതിയിലും എല്ലാ വശത്തിലും നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.